ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു പ്രോഡക്റ്റാണ്. ഫോഴ്സ് ആഡിയോയുടെ ഒരു ബ്രിഡ്ജ് ആംപ്ലിഫയർ ആണ്. അതായത് 52001493 രണ്ട് പെയർ വെച്ചിട്ട് ബ്രിഡ്ജ് ചെയ്ത ഒരു ബോർഡാണ്. അതായത് സ്റ്റീരിയോ ബോർഡിനെ ബ്രിഡ്ജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ പ്രത്യേകതയായിട്ട് കണ്ടത് ഇതിൻ്റെ സർക്യൂട്ടാണ്. നല്ല ഒരു അടിപൊളി സർക്യൂട്ടാണ്. ഈ ഒരു സർക്യൂട്ടിനെയാണ് അവർ ബ്രിഡ്ജ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസ് നമുക്കിവിടെ കിട്ടും. ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം AC സപ്ലൈ എന്ന് പറയുമ്പോൾ 30/30 ആണ്. DC വരുമ്പോൾ ഒരു 40/40 DC നമുക്ക് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ബോർഡാണ്. നോർമലി നമ്മൾ ബ്രിഡ്ജ് ചെയ്ത സർക്യൂട്ടുകളെല്ലാം 8 ohmസിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ohmസിലും 8 ohmസിലും വർക്ക് ചെയ്യിപ്പിക്കാം. 4 ohmസിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന 30/30 AC കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്നും മാക്സിമം അങ്ങറ്റം മാക്സിമം 300 വാട്ട് നമുക്ക് കിട്ടും. 250 വാട്ട് സുഖമായിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. 300 വാട്ട് മാക്സിമം ആണ് പറയുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും. പിന്നെ കൂടാതെ തന്നെ ബ്രിഡ്ജ് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ഹീറ്റ് സിങ്ക് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 950 രൂപയാണ്. വിത്തൗട്ട് ഹീറ്റ് സിങ്ക് 950 രൂപയാണ്. നിങ്ങൾക്ക് ഹീറ്റ് സിങ്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് ഹീറ്റ് സിങ്ക് വെച്ച് തരും. ഫോഴ്സ് ആഡിയോ ഇതാണ് എൻ്റെ ബ്രാൻഡ്, ഫോഴ്സ് ആഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലിങ്ക് അല്ല, ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങാവുന്നതാണ്. ട്രിവാൻഡ്രം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഫോഴ്സ് ആഡിയോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ നോക്കാം. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റേഴ്സൊക്കെ നമ്മുടെ കെൽട്രോണിൻ്റെയും സാംവയുടെയും കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഇതിനകത്ത് രണ്ട് ഇൻഡിക്കേഷന് വേണ്ടി 2 LED വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് 2 സ്റ്റീരിയോ ബോർഡ് ചേർത്തിട്ടാണ് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 2 LED വരുന്നുണ്ട്. കൂടാതെ തന്നെ LED ഇൻഡിക്കേഷന് വേണ്ടി മാത്രമായിട്ടല്ല, സർക്യൂട്ടിൻ്റെ ഭാഗം ആയിട്ടും കൂടെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കാര്യം ചെറിയൊരു വോൾട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് സർക്യൂട്ടിന് വേണ്ടി വോൾട്ട് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ആവുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലും കൂടെയാണ് ഇവിടെ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടിൻ്റെ ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ് ഔട്ട്പുട്ടിൽ അവർ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ കോയിലും റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഊഫറിൻ്റെ വെറുതെ ആവശ്യമില്ലാത്ത ആ ഒരു മൂവ്മെൻറ്റ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോയിലും പിന്നെ റെസിസ്റ്റർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് നല്ല സബ് ഊഫറിൻ്റെ ഒരു ബോർഡ് വേണം, ഊഫർ ഒരു ബീറ്റ് അല്ലെങ്കിൽ ഒരു ഇടി വന്നതിന് ശേഷം പേപ്പർ അങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബോർഡാണ് ഈ ഒരു ബോർഡ്. ഈ ബോർഡിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്കൊരു നേരത്തെ പറഞ്ഞ 30/30 8 ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പെർഫോമൻസ് കിട്ടും. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഊഫറിങ്ങിനെ ഇടിച്ചിട്ട് കറക്റ്റ് അവിടെ നിൽക്കും, ആ ഒരു പേപ്പർ കറക്റ്റ് അവിടെ നിൽക്കും. ആ രീതിയിലുള്ളൊരു വർക്കിംഗ് ആണ് ഈ ഒരു സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു സർക്യൂട്ടാണ്. ആദ്യമേ എടുത്ത് പറയും, ഈ ഒരു സർക്യൂട്ട് വളരെ നല്ലൊരു സർക്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നത്. കൂടെ തന്നെ ഈ ഒരു ബോർഡിൻ്റെ PCBയുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഗ്ലാസ് എപ്പോക്സി PCBയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല സോൾഡറിങ് മാർക്ക്. ബാക്ക് സൈഡിൽ നീല കളറാണ് വരുന്നത്, ഫ്രണ്ടിൽ ഒരു റെഡ് കളർ ആണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള ട്രാൻസിസ്റ്റേഴ്സ് 52001493 രണ്ട് പെയറാണ് യൂസ് ചെയ്തിട്ടുള്ള സീരിയലിൻ്റെ ഒറിജിനൽ ട്രാൻസിസ്റ്ററാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരു മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം. ഒറിജിനൽ ട്രാൻസിസ്റ്റർ ഇടുമ്പോൾ അതിൻ്റേതായ പെർഫോമൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി. അവരുടെ കമ്പനിയിൽ പോയിട്ടാണ് ഇതിൻ്റെ ചെക്കിങ് ഞാൻ ചെയ്ത് നോക്കിയത്. ഒരു വർക്ക് ചെയ്ത് കാണിച്ചു തന്നു. നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ബോർഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല ഹീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫോഴ്സ്ഡ് കൂളിംഗ്, അതായത് ഒരു ഫാൻ ഇവിടെ ആവശ്യമാണ്. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാൻ ഇവിടെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൂടാതെ തന്നെ 12 ഇഞ്ച് സബ് ഊഫർ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇതിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. 10 ഇഞ്ച് ആണെങ്കിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്കിതിൽ പയനിയർ, JBL, പിന്നെ ഇൻഫിനിറ്റി പ്രൈമസ് അതുപോലെയുള്ള സബ് ഊഫറുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് 300 വാട്ടിൻ്റെ 500 വാട്ടിൻ്റെ അകത്തുള്ള സബ് ഊഫറിൻ്റെ ബ്രാൻഡ് നെയിമുകളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതൊക്കെ നമുക്ക് ഇതിൽ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി ഇപ്പോൾ ഡൈനറ്റിയൊക്കെ ആണെങ്കിലും 200 വാട്ടിൻ്റെ ഡൈനറ്റി ഉണ്ട്. നമുക്ക് വോൾട്ട് കുറച്ചിട്ട് ഇപ്പോൾ 27 വോൾട്ട് എന്നുള്ളത് നമുക്ക് കുറച്ചിട്ട് 25 വോൾട്ടോ 24 വോൾട്ടോ 8 ആമ്പിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഹീറ്റ് ആവും, നല്ല ഹീറ്റ് ബ്രിഡ്ജ് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്, നല്ല ഹീറ്റ് ആവുന്നത് കൊണ്ട് തന്നെ നല്ലൊരു ഹീറ്റ് സിങ്ക് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണം. കുറഞ്ഞതൊരു 1/2 കിലോ എങ്കിലും ഹീറ്റ് സിങ്ക് നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഈ ഒരു ബോഡിയിൽ നിന്നും കിട്ടുന്നതായിട്ട് കണ്ടു. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന റെസിസ്റ്റേഴ്സ് ഒക്കെ നല്ല അടിപൊളി റെസിസ്റ്റേഴ്സ് ആണ്, നല്ല ക്വാളിറ്റിയുള്ള 1% റെസിസ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ അവരത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ട് കൂടിയ റെസിസ്റ്റേഴ്സ് മാത്രമാണ് നോർമൽ CFR ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം MFR ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് അഥവാ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നു എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നം പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക്, അതായത് ഫോഴ്സ് ആഡിയോക്ക് നിങ്ങൾ അത് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് സർവീസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ അത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസബിൾ ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണ്. ഇതിപ്പോൾ അവർക്ക് തന്നെ അയച്ചു കൊടുക്കണമെന്നില്ല. നിങ്ങളെ നാട്ടിൽ വർക്ക് അറിയാവുന്ന ടെക്നീഷ്യന്മാരെ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിച്ച് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തന്നെ അവർ ഹൈഡ് ചെയ്തിട്ടില്ല, എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കമ്പോണൻസിൻ്റെ വാല്യൂ എല്ലാം കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഹൈഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് സർവീസ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നല്ലൊരു കാര്യം. ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 980 രൂപ വിത്തൗട്ട് ഹീറ്റിംഗ് ആണ്. വിത്ത് ഹീറ്റിംഗോട് കൂടി നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് എത്രയാണെന്നുള്ളത് പറയും, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്തെങ്കിൽ ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ്. കൂടാതെ തന്നെ ഇതിനകത്ത് വളരെ വെയ്റ്റ്ലെസ് ആണ്, നല്ല ഒരു ഡിസൈൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട, ഈ ഒരു ബോർഡ് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം. ഒന്ന് ഇതിൻ്റെ പെർഫോമൻസ്, പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈനാണ്. ഒരു പക്ക ഡിസൈനാണ്, വളരെ കോമ്പാക്റ്റായിട്ട്, നല്ലൊരു കോമ്പാക്റ്റായിട്ട് അവർ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ടാണ് ഞാനത് പറയാൻ പോകുന്നത്. ഈ ഒരു പോയിന്റിലാണ്, ഈ കാണുന്ന ഒരു പോയിന്റിലാണ് ഗ്രൗണ്ട്, ഇവിടെ ഗ്രൗണ്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഗ്രൗണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഇവിടെ ഗ്രൗണ്ടാണ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ പോസിറ്റീവ്, ഈ ഒരു സൈഡിൽ ഇതിൻ്റെ ബോർഡിനകത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഭാഗത്താണ്, ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും അവർ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ചെയ്ത ഒരു ബോർഡാണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവാണ് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ സ്പീക്കറിലേക്കുള്ള കണക്ഷൻ എടുക്കേണ്ടത് പോസിറ്റീവാണ്. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഇവിടെയാണ് വരുന്നത്. ഈ രണ്ട് കോയിലിൻ്റെ ഇതിനകത്തുള്ള റെസിസ്റ്റേഴ്സിൻ്റെ എൻഡാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് എടുക്കാനുള്ളത്. അവരിവിടെ വളരെ വ്യക്തമായിട്ട് സ്പീക്കർ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ കണക്ഷൻ എടുത്ത് സ്പീക്കറിലേക്ക് കൊടുക്കാനുള്ളത്. നമുക്ക് ഇവിടെ ഗ്രൗണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല, ഗ്രൗണ്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഇൻപുട്ടാണ്. സബ്വൂഫറിൻ്റെ ഫിൽറ്ററിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് ഇവിടെയാണ് കൊടുക്കാനായിട്ടുള്ള ഇൻപുട്ട് അവർ വളരെ കൃത്യമായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ബോർഡ് സബ്വൂഫറിന് വേണ്ടി മാത്രമല്ല, നമുക്ക് ഈ ചാനലിന് വേണ്ടി യൂസ് ചെയ്യാം. എന്നാലും ബ്രിഡ്ജ് ബോർഡ് ആയതുകൊണ്ട് തന്നെ കൂടുതലും സബ്വൂഫറിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് നല്ലത്. അപ്പോൾ ഫോഴ്സ് ഓഡിയോയുടെ പ്രോഡക്റ്റാണ്, നല്ലൊരു പ്രോഡക്റ്റാണ്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി റിവ്യൂ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുന്ന പ്രോഡക്റ്റുകളും ചെക്ക് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാനത് റിവ്യൂ ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആണ്, സൂപ്പർ പെർഫോമൻസ് ആണ്. നല്ലൊരു ബീറ്റ് വന്നു കഴിഞ്ഞാൽ ബീറ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും. കറക്റ്റായിട്ട് ഊഫർ കറക്റ്റായി ഇടിച്ച് നിൽക്കുന്ന ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സർക്യൂട്ട് എന്നുള്ളത്. നല്ലൊരു സർക്യൂട്ടാണ്, സൂപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ആ രീതിയിൽ കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. ബൈ, ടാറ്റ.